ഗുഡ് ഈവനിങ്. ഈ ഒരു അച്ചാർ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ വീട്ടിൽ പോയപ്പോൾ ചോറിൻ്റെ കൂടെ അമ്മ തന്ന ഈ അച്ചാർ നാത്തൂൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത്. ആ അമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കുവാണ്. ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 10 ഡേറ്റ്സ് കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള നാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബോട്ടിലോട്ടാക്കിയിട്ട് ഒരു 5 ദിവസം പുറത്ത് തന്നെ വെച്ചിരിക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് ഇതുപോലെ നല്ല അലിഞ്ഞു വരും. ഇനി വേണമെങ്കിൽ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ബിരിയാണിയുടെ കൂടെ നല്ല ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നാരങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, നല്ല കയ്പ്പായിട്ട്. ഇതിനൊരു കയ്പ്പുമില്ല.